കടക്കാരല്ല കേട്ടോ ഈ മേടിച്ച് കൊണ്ടുപോകുന്നത്. ഒരു കെട്ട് ഇങ്ങനെയൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് എന്തിനാണ് ഇത് ഉപകാരപ്പെടുക എന്നുള്ളതാണ് ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കി നിന്നത്. ഇവിടങ്ങളിലൊക്കെ തന്നെ ഇതുപോലത്തെ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. മുളക് ഇതുപോലെ വണ്ടിയിലാക്കി കൊടുത്തിട്ട് കവർ കണക്കിനാണ് ഇവർ കൊണ്ടുപോവുക. ഇവിടുത്തെ ആളുകൾക്ക് ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് രീതികൾ വളരെയധികം കണ്ടുവരുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശിലെ ഫുഡിൻ്റെ ഒരു വിശേഷണങ്ങളിൽ പെട്ടതാണ് ഇവർക്ക് എരിവ് കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഇതിന് വേണ്ടിയിട്ട് ഇവർ ആ ഒരു നീണ്ട മുളകുണ്ടല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട മുളകാണ് കിട്ടുക എങ്കിൽ ഇവിടെ ആ നീണ്ട മുളകാണ് കാണാൻ സാധിക്കുന്നത്. വളരെ രുചികരമാണ് അത് വെച്ചിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. മുളക് പൊടി കാര്യങ്ങളൊന്നും ഇവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതുപോലത്തെ ഇലയിനങ്ങളും പച്ചക്കറികളും ഇട്ടിട്ട് മാക്സിമം സ്പൈസസ് ആക്കിയിട്ടുള്ള ഫുഡുകളാണ് ഇവരിവിടെ കൊടുക്കുന്നതൊക്കെ കാണുന്നത്. ഈ ഒരു മുളക് വെച്ചിട്ട് തന്നെ ഇവർ ബജിയെല്ലാം ഉണ്ടാക്കും. 2 മുളകൊക്കെ വെച്ചിട്ട് ബജി ഉണ്ടാക്കിയാലുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ. കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ.